മഹാകുംഭമേളയിൽ ആരെങ്കിലും വലിയ സ്റ്റാറായോ എന്ന് ചോദിച്ചാൽ മാല വിൽക്കാൻ വന്ന ആ മോണലിസ എന്ന ചാര കണ്ണുകാരി അല്ലെങ്കിൽ ആ പൂച്ചക്കണ്ണുകാരിയാണ് വലിയ സ്റ്റാറായത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. മാല വിൽക്കാൻ ഇൻഡോറിൽ നിന്ന് രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ ആ പെൺകുട്ടി വളരെ വേഗം തന്നെ സ്റ്റാറായി. ക്യാമറ കണ്ണുകൾ ആ പെൺകുട്ടിയുടെ മുഖസൗന്ദര്യവും കണ്ണിൻ്റെ സൗന്ദര്യവുമൊക്കെ ഒപ്പിയെടുത്തു. അവസാനം അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാതെയായി. രക്ഷിതാക്കൾ ആ പെൺകുട്ടിയെ ഈ സോഷ്യൽ മീഡിയ ആളുകളുടെ ക്യാമറ കണ്ണിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്നത് നമ്മൾ കണ്ടു. ക്യാമറക്കാർ അവസാനം ആ പെൺകുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ടൊക്കെ സെൽഫി എടുക്കാൻ ഓടിപ്പോകുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവസാനം ആ പെൺകുട്ടി അവർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് ചില ആളുകൾ പെൺകുട്ടി മേക്ക് ഓവർ സ്റ്റുഡിയോകളിൽ കൊണ്ടുപോയി മേക്കപ്പ് ചെയ്തു. പിന്നീട് അറിയുന്നു മനോജ് മിശ്ര എന്ന ബോളിവുഡ് സംവിധായകൻ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ഹിന്ദി ചലച്ചിത്രത്തിലേക്ക്, ബോളിവുഡ് ചലച്ചിത്രത്തിലേക്ക് ആ പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്തു. നായികയായി കോടികൾ പ്രതിഫലം വാഗ്ദാനം ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെയും ആ വാർത്തകൾ നമ്മൾ അറിഞ്ഞു. ഇതാ അറിയുന്നു പുതിയ വാർത്ത. നമ്മുടെ സ്വന്തം ബോച്ചയ്ക്കൊപ്പം കോഴിക്കോട് ചെമ്മണ്ണൂരിലേക്ക് ആ പെൺകുട്ടി വരികയാണ്. ഫെബ്രുവരി 14 നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് ആ പെൺകുട്ടി കേരളത്തിൻ്റെ അതിഥിയായി എത്തുന്നു. തീർച്ചയായും അത് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് കേരളത്തിന്. ബോച്ചയുടെ അതിഥിയായി എത്തുമ്പോൾ ബോച്ചയ്ക്കും അത് ഏറെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കേരളത്തിലേക്ക് മറഡോണയെ കൊണ്ടുവന്നു, മെസ്സിയെ കൊണ്ടുവരുമെന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. നിരവധി താരങ്ങളെ അവതരിപ്പിച്ച ബോച്ചെ മോണലിസയെയും കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് കേരളത്തിന് അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാം. നിരവധി നാഗസന്യാസിമാർ, അതുപോലെ തന്നെ പല അഖാഡകളിൽ നിന്നും പല സന്യാസ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും മഹാകുംഭമേള കാണാൻ എത്തുന്ന വിശ്വസ്തരായ ആളുകൾ, അതായത് വിശ്വാസികളായ ആളുകൾ, ടൂറിസ്റ്റുകളായ ആളുകൾ, ഏകദേശം 4.5 കോടിയിലധികം, 4.5 കോടി എന്ന് പറഞ്ഞാൽ 4.8 ലക്ഷം കോടി, അതായത് 4.80 കോടി ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കും എന്നാണ് UP ഗവൺമെൻറ് പറയുന്ന കണക്ക്. ഏകദേശം 7,000-ലധികം കോടി രൂപ ചെലവഴിച്ചാണ് ഒരുക്കങ്ങൾ UP ഗവൺമെൻറ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 30 കിലോമീറ്റർ ദൂരം ഒരു പ്രത്യേക ജില്ലയായി തിരിച്ചാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മഹാകുംഭമേള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സാക്ഷിയാകാൻ കഴിയുന്ന കുംഭമേള. മലയാളത്തിൽ നിന്ന് നിരവധി ആളുകൾ, കേരളത്തിൽ നിന്ന് ജയസൂര്യയൊക്കെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാകുംഭമേളയിൽ വന്ന് താരമായി മാറിയ ഒരു സാധാരണ പെൺകുട്ടി, നമ്മുടെ ഇവിടെ വരുന്ന നാടോടി ആളുകളെ പോലെയോ അങ്ങനെ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ച കുംഭമേള എന്ന് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് പറയാം. പിന്നെ കുംഭമേളയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ, കുംഭമേള എന്താണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ, വാർത്തകൾ. യോഗനാഥൻ തന്നെ ഈ അഘോരികൾ എന്ന് പറയുന്ന സന്യാസ വിഭാഗത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ അഭിമുഖങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അവരുടെ ജീവിതമാർഗം, അവരുടെ ജീവിതശൈലി, അവരെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ, അവർ ശവപൂജ നടത്തുന്നവരാണോ, ശവഭോഗം നടത്തുന്നവരാണോ, അവരെക്കുറിച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്ന നുണകൾ, അതൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് അവരുടെ ജീവിത ശൈലി എന്താണ്, അവർക്കൊപ്പം ഏകദേശം 14 ദിവസം താമസിച്ച് അവരെക്കുറിച്ച് പഠിച്ച് അവരുടെ പൂജ ഒക്കെ നേരിട്ട് കണ്ട ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനുമായുള്ള അഭിമുഖമൊക്കെ യോഗനാഥ ന്യൂസ് പ്രേക്ഷകരുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് മഹാകുംഭമേളയെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും ഒപ്പിയെടുക്കുന്നത് യോഗനാഥ ന്യൂസ് ആയതുകൊണ്ടാണ് ഈ വാർത്തയും ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ അവതരിപ്പിക്കുന്നത്. മഹാകുംഭമേളയിൽ നിന്ന് സ്റ്റാറായ എന്ന് പറയാൻ കാരണം വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന് മഹാകുംഭമേളയിൽ മാല വിൽക്കാൻ, രുദ്രാക്ഷമാല വിൽക്കാൻ വന്ന് അവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ, പെൺകുട്ടിയുടെ നിറം, അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ, സോഷ്യൽ മീഡിയ യൂട്യൂബർ ആരോ ഒരാൾ എടുത്ത ഫോട്ടോ ആണ് വൈറലാകുന്നത്. പിന്നീട് നിരവധി ദൃശ്യമാധ്യമങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ കഥയും ആ പെൺകുട്ടിയുടെ രൂപസൗകുമാര്യവും ഒക്കെ അവരുടെ വാർത്തകളിൽ ഇടം നേടി. അതിനെ തുടർന്നാണ് ചലച്ചിത്രത്തിൽ അവസരം കിട്ടുന്നത്. പിന്നീട് മേക്ക് ഓവർ സ്റ്റുഡിയോകളിൽ ആ പെൺകുട്ടിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായൊക്കെ വരുന്നത്. അതിനുശേഷമാണ് ബോച്ചയെ അതിഥിയായി ക്ഷണിക്കുന്നത്. അങ്ങനെ ഫെബ്രുവരി 14 കേരളത്തിൻ്റെ അതിഥിയായി മോണലിസ എത്തുന്നു. വളരെ ഹാർദവമായ സ്വാഗതം അരുളുകയാണ് യോഗനാഥം ന്യൂസും.